കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജിന് നേരെ നടന്ന KSU പ്രതിഷേധവും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. ഈ സംഭവത്തിൽ മന്ത്രിക്ക് പരിക്കേറ്റുവെന്ന വാദം പൂർണ്ണമായും വ്യാജമാണെന്നും ആരോഗ്യവകുപ്പിലെ വീഴ്ചകൾ മറച്ചുപിടിക്കാൻ മന്ത്രിയും CPM-ഉം ചേർന്ന് നടത്തുന്ന ഒരു രാഷ്ട്രീയ നാടകമാണിതെന്നും KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ് ആരോപിക്കുന്നുണ്ട്. കേരളത്തിലെ ആരോഗ്യവകുപ്പ് നേരിടുന്ന കടുത്ത പ്രതിസന്ധികളും തുടർച്ചയായ വീഴ്ചകളും ജനശ്രദ്ധയിൽ നിന്നും മാറ്റാനായി മന്ത്രി വീണ ജോർജും CPM-ഉം ചേർന്ന് ആസൂത്രിതമായ ഒരു തിരക്കഥ നടപ്പിലാക്കുകയാണെന്ന് അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ് ആരോപിച്ചു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നടന്ന പ്രതിഷേധത്തിനിടെ മന്ത്രിക്ക് നേരെ ആക്രമണം ഉണ്ടായെന്നും പരിക്കേറ്റു എന്നുമുള്ള പ്രചാരണം പച്ചക്കള്ളമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. സംഭവ സ്ഥലത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മന്ത്രിയുടെ വാദങ്ങൾ പൊളിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നതെന്നും ദീപ്തി മേരി വർഗീസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രതിഷേധക്കാരെ പ്രതിരോധിക്കാൻ പോലീസ് നടത്തിയ ബലപ്രയോഗത്തിനിടയിലാണ് മന്ത്രിക്ക് അസ്വസ്ഥതയുണ്ടായത് എന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സമരക്കാർ മന്ത്രിയുടെ അടുത്തേക്ക് പോലും എത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ജനങ്ങളുടെ കൺമുന്നിൽ ദൃശ്യങ്ങൾ ഉണ്ടായിട്ടും സർക്കാരും മന്ത്രിയും നട്ടാൽ മുളയ്ക്കാത്ത കള്ളങ്ങൾ പറയുകയാണ്. ഇത് കേരളത്തിലെ പൊതുസമൂഹത്തെ കൊഞ്ഞനം കുത്തുന്നതിന് തുല്യമാണെന്നും അവർ കുറ്റപ്പെടുത്തുകയുണ്ടായി. സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലെ ഗുരുതരമായ പിഴവുകൾക്കെതിരെയാണ് KSU പ്രവർത്തകർ ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിച്ചത്. ഇത്തരം സമരങ്ങൾ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ അനിവാര്യമാണ്. എന്നാൽ വീഴ്ചകൾ തിരുത്താനോ അല്ലെങ്കിൽ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പദവി ഒഴിയാനോ ഉള്ള രാഷ്ട്രീയ ഔന്നത്യം മന്ത്രി കാണിക്കുന്നില്ല. പകരം സമാധാനപരമായി പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥി പ്രവർത്തകർക്ക് നേരെ ആക്രോശിക്കാനും പാഞ്ഞെടുക്കാനുമാണ് മന്ത്രി ശ്രമിച്ചത്. ഒരു മന്ത്രിക്ക് ചേർന്ന പെരുമാറ്റമല്ല ഇതെന്നും കേരള സമൂഹത്തിന് ഇത് ഭൂഷണമല്ലെന്നും ദീപ്തി മേരി വർഗീസ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കി. KSU പ്രവർത്തകർ ആക്രമണം നടത്തിയെന്ന് കള്ളം പ്രചരിപ്പിച്ച് നാടിനെ ഒരു കലാപത്തിലേക്ക് തള്ളിവിടാനാണ് CPM ശ്രമിക്കുന്നതെന്ന് KPCC ജനറൽ സെക്രട്ടറി ആരോപിച്ചു. ഭരണത്തിന്റെ തണലിൽ ഇത്രയും വലിയ കള്ളങ്ങൾ വിളിച്ചു പറയുന്ന ഒരു പാർട്ടി അധികാരത്തിലിരുന്ന് എത്രമാത്രം അഴിമതിയും കൊള്ളയും നടത്തിയിട്ടുണ്ടാകുമെന്ന് ജനങ്ങൾ ഗൗരവമായി ചിന്തിക്കണം. രാഷ്ട്രീയ ധാർമ്മികതയോ സത്യസന്ധതയോ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഈ കൂട്ടുകെട്ടിനെ കേരളം തിരിച്ചറിയണമെന്നും അവർ ആഹ്വാനം ചെയ്തു. ദീപ്തി മേരി വർഗീസ് തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഉന്നയിച്ച ചില പ്രധാന ചോദ്യങ്ങൾ ഇങ്ങനെയായിരുന്നു. മന്ത്രി ഇപ്പോൾ കളിക്കുന്ന ഈ നാടകം വ്യക്തിപരമായും പ്രസ്ഥാനപരമായും മാത്രമല്ല, കേരളത്തിന്റെ മൊത്തം രാഷ്ട്രീയ അന്തരീക്ഷത്തിന് തന്നെ അപമാനകരമാണ്. അതോടൊപ്പം പ്രതിഷേധക്കാർ ഉയർത്തുന്നത് ജനങ്ങളുടെ ശബ്ദമാണ്. അതിനെ കള്ളപ്രചാരണങ്ങൾ കൊണ്ട് നേരിടുന്നത് ഭീരുത്വമാണ്. കണ്ണിൽ കണ്ട ദൃശ്യങ്ങളിൽ പോലും കള്ളം പറയുന്ന മന്ത്രിയും പാർട്ടിയും ഭരണത്തിന്റെ മറവിൽ മറ്റെന്തെല്ലാം മറച്ചു പിടിക്കുന്നുണ്ടാകും. ആരോഗ്യവകുപ്പിന്റെ പരാജയങ്ങൾ ചർച്ചയാകുന്നത് തടയാൻ വേണ്ടി സൃഷ്ടിച്ചെടുത്ത ഒരു പുകമറ മാത്രമാണ് ഈ ആക്രമണ നാടകമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. വ്യാജ പ്രചാരണങ്ങളിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളെ കേരളം തള്ളിക്കളയുമെന്നും യഥാർത്ഥ വസ്തുതകൾ വൈകാതെ പുറത്തുവരുമെന്നും ദീപ്തി മേരി വർഗീസ് തന്റെ നിലപാട് വ്യക്തമാക്കി. രാഷ്ട്രീയ ധാർമ്മികത കൈവിടാതെ സത്യസന്ധമായി കാര്യങ്ങൾ വിലയിരുത്താൻ കേരള ജനതയോട് അവർ അഭ്യർത്ഥിച്ചു.